നോമ്പിൻ്റെ രാപ്പകലുകളിൽ ഖുർആൻ ഓത്ത്, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കൽ, ദിക്ർ ചൊല്ലൽ എന്നീ കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കൽ പ്രത്യേകമായി നോമ്പിൻ്റെ സുന്നത്തുകളാണ്. അതുപോലെ തന്നെ മഗ്രിബ് വാങ്ങു കൊടുക്കലോടുകൂടി നോമ്പ് തുറക്കലിനെ ഉളരിപ്പിക്കലും സുന്നത്താണ്. നോമ്പ് തുറക്കാൻ ടൈമായി എന്ന് കണ്ടാൽ പിന്നെ പിന്തിക്കൽ നല്ലതല്ല, വേഗം നോമ്പ് തുറക്കുക. ആ നോമ്പ് തുറക്കൽ ഏറ്റവും നല്ലത് ഈത്തപ്പഴം കൊണ്ടാണ്. 2ാം സ്ഥാനമാണ് കാരക്ക, പിന്നെ 3ാം സ്ഥാനമാണ് വെള്ളത്തിനുള്ളത്. ഇങ്ങനെ നോമ്പ് തുറക്കലിനെ ഉളരിപ്പിക്കണം. അത് പ്രത്യേക സുന്നത്താണെന്ന് പറയാൻ കാരണം, എൻ്റെ സമുദായം നോമ്പ് തുറപ്പിക്കലിനെ ഉളരിപ്പിക്കുമ്പോൾ അവർ പ്രത്യേകമായ ഖൈറിലാകുമെന്ന് മഹാനായ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മഗ്രിബ് നിസ്കരിക്കുക, നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കലാണ്, ഭക്ഷണം കഴിക്കലല്ല. ഈത്തപ്പഴം തിന്നാൽ നോമ്പ് തുറന്നു, അതിന് പ്രതിഫലം കിട്ടി. പിന്നെ ജമാഅത്ത് നഷ്ടപ്പെടുന്നു കണ്ടാൽ അപ്പോൾ ചായയും പത്തിരിയൊന്നും കഴിക്കണ്ട, ഈ മഗ്രിബ് നിസ്കരിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക. നോമ്പ് തുറക്കാൻ ഉദ്ദേശം ഈത്തപ്പഴം കഴിക്കുക, കാരക്ക തിന്നുക, ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള വസ്തു എന്നാണ്. അത് ഉളരിപ്പിക്കലാണ് സുന്നത്ത്. അതേസമയം നിസ്കാരം ബന്ധിപ്പിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഖൈറായ ഏതെല്ലാം കാര്യങ്ങൾ മറ്റു മാസങ്ങളിലൊക്കെ ഉണ്ടോ അതൊക്കെ ഈ മാസത്തിൽ പ്രത്യേകമായി ചെയ്യൽ നോമ്പുകാരൻ്റെ സുന്നത്താണ്. നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങൾ ഏതൊക്കെയാ? നോമ്പുകാരന് കറാഹത്തുള്ള കാര്യങ്ങൾ: ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. അത് നോമ്പുകാരന് കറാഹത്താണ്. കാരണം നോമ്പ് പിടിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ വായക്കൊരു പ്രത്യേകമായ നാറ്റമുണ്ടാകും. അത് നമുക്ക് മനുഷ്യന്മാർക്കിടയിൽ അത് ദുർഗന്ധമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു സുഗന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ല ഖലൂഫു ഫമി സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ്റെ വായനാറ്റം അള്ളാഹുവിൻ്റെ അടുത്ത് അത് കസ്തൂരിയേക്കാളും നല്ല സുഗന്ധമാകുന്നു എന്നാണ് പ്രവാചകൻ നമ്മൾ പഠിപ്പിക്കുന്ന ഹദീസ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ദുർഗന്ധം കൂടുതലാവും നമുക്ക്. ആ ദുർഗന്ധം നീക്കാൻ പാടില്ല, മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അതേസമയം ഉറക്കം കാരണമാണ് വായക്ക് നാറ്റം സംഭവിച്ചതെങ്കിൽ മിസ്വാക്ക് ചെയ്യാവുന്നതുമാണ്, ഉച്ചയ്ക്ക് ശേഷവും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കറാഹത്ത് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. അതുപോലെ തന്നെ വായിലിട്ട് വല്ല വസ്തു ഇങ്ങനെ വെറുതെ ചവക്കുക, ഇറക്കിയാൽ നോമ്പ് കുറിയും, വെറുതെ ഇങ്ങനെ ചവച്ചു കൊണ്ടിരിക്കുക, അതും ചിലപ്പോൾ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, അതും കറാഹത്താണ്. ആവശ്യം കൂടാതെ ഭക്ഷണം പോലത്തത് രുചിച്ച് നോക്കൽ. ഇപ്പോൾ വീട്ടുജോലി എടുക്കുന്ന ഉമ്മമാർക്ക് ഉപ്പ് ഏറിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അറിയാൻ വേണ്ടി രുചിച്ച് നോക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ലാതെ ഭക്ഷണം രുചിച്ച് നോക്കലും നോമ്പുകാരനക്ക് കറാഹത്താണ്. അതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കൽ, അത് നോമ്പ് ഉള്ള വ്യക്തിക്ക് കറാഹത്താണ്. കാരണം മുങ്ങിക്കുളിക്കുമ്പോൾ ചിലപ്പോൾ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ അകത്തേക്ക് വെള്ളം കടക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ നോമ്പ് മുറിയാനും സാധ്യതയുണ്ട്. അപ്പോൾ നോമ്പുകാരൻ മുങ്ങിക്കുളിക്കാതിരിക്കലാണ് സുന്നത്ത്. മുങ്ങിക്കുളിക്കൽ കറാഹത്താണ്. അതുപോലെ വായു വെള്ളം കൊപ്പിളിക്കുക, മൂക്കി വെള്ളം കയറ്റി ചീറ്റുക, ഇത് നോമ്പിൻ്റെ പ്രത്യേക സുന്നത്തല്ല, ഉളുവിൻ്റെ സുന്നത്താണ്. അങ്ങനെ നോമ്പ് പിടിക്കുന്ന വ്യക്തി ഉളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വായു വെള്ളം കൊപ്പിക്കലിനെ അമിതമാക്കൽ കറാഹത്ത്, മൂക്കി വെള്ളം കയറ്റി ചീറ്റലിനെയും അമിതമാക്കൽ കറാഹത്താണ് നോമ്പുകാരനേക്ക്. ഇങ്ങനെ തുടങ്ങിയ കറാഹത്തുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. ഉസ്താദ് പറഞ്ഞല്ലോ, തക്കതായ കാരണം ഉണ്ടെങ്കിൽ റമദാൻ മാസത്തിൽ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാന്ന്. എന്താ ഈ തക്കതായ കാരണം? കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ മറുപടിയിൽ തന്നെ മനസ്സിലാക്കി. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്കുള്ളത് കാരണമാണ് ഉറക്കം കാരണം വായനാറ്റമുണ്ടാവുക. അതില്ലെങ്കിൽ മറ്റു വല്ല വസ്തുവും മറന്നു നോമ്പ് മുറിയില്ല, വാസനയുള്ള വല്ല വസ്തുവും മറന്നു കഴിച്ചുപോയി നോമ്പുകാരൻ, അങ്ങനെ വായക്ക് നാറ്റം വന്നാൽ ആ നാറ്റവും മിസ്വാക്ക് ചെയ്ത് നീക്കാവുന്നതാണ്. പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടും നോമ്പിന് തകരാറില്ല, ഉപയോഗിക്കാവുന്നതാണ്. ഒരാൾക്ക് സാധാരണ മുങ്ങി കുളിക്കുമ്പോൾ അവന്റെ മൂക്കിൽ കൂടിയും ചെവി കൂടിയും ഒക്കെ ഉള്ളിലേക്ക് വെള്ളം കടക്കാറുണ്ട്. ഈ ആള് റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് മുങ്ങി കുളിച്ചാൽ അവനും കറാഹത്ത് തന്നെയാണുള്ളത്? സാധാരണ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ പതിവ്
അവൻ്റെ മൂക്കിലേക്കോ വായിലേക്കോ കാതിലേക്കോ ഒക്കെ വെള്ളം കടക്കലാണ് പതിവെങ്കിൽ ആ വ്യക്തിക്ക് മുങ്ങി കുളിക്കൽ കറാഹത്തല്ല, ഹറാമാണ്, ശക്തമായ തെറ്റാണ്. ഇങ്ങനെ പതിവുള്ള വ്യക്തി റമദാന്റെ പകൽ മുങ്ങി കുളിക്കാനേ പാടില്ല. അത് നിഷിദ്ധമാണ്, ഹറാമാണ്, കുറ്റമുള്ളതാണ്. ഈ നോമ്പോറ്റ ആൾക്കാർക്ക് കണ്ണിൽ മരുന്നുറ്റിക്കാൻ പറ്റുമോ? കണ്ണിൽ മരുന്നുറ്റിക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാകൂല. അത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും കടക്കുക എന്നത് അതിന് പറയില്ല. സുർമയും ഇടാവുന്നതാണ്, അതുകൊണ്ടും നോമ്പ് ബാത്തിലാകൂല. ഈ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്? റമദാൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. ഈ 4 കാര്യങ്ങൾ സംഭവിച്ചാലാണ് അവൻ്റെ നോമ്പ് ബാത്തിലാവുക. ഒന്ന്, സംയോഗം ചെയ്യൽ, മറ്റു വല്ല മാർഗത്തിലും സ്ഖലിപ്പിക്കൽ, ഉണ്ടാക്കി ഛർദ്ദിക്കൽ. ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്ന് പറയുമ്പോൾ പകലിൽ നാവ് തേച്ച് അണ്ണാക്ക് തട്ടി തികട്ടി വരുന്ന ചില സ്വഭാവം ചിലർക്കുണ്ട്. ആ തികട്ടി വരൽ ഉണ്ടാക്കി ഛർദ്ദിക്കലാണ്. അതും നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അവൻ്റെ ഉള്ളിലേക്ക് വല്ല വസ്തുവും പ്രവേശിക്കൽ. ഈ 4 കാര്യങ്ങളാണ് നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഒന്നുകൂടി വിശദീകരിക്കാം. സംയോഗം ചെയ്യൽ, മറ്റു മാർഗത്തിലൂടെ സ്ഖലിപ്പിക്കൽ, ഉണ്ടാക്കി ഛർദ്ദിക്കൽ, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ല വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കൽ. ഈ 4 കാര്യം കൊണ്ട് മാത്രമേ നോമ്പ് ബാത്തിലാവുകയുള്ളൂ. ഈ 4 കാര്യങ്ങൾ മറന്നു ചെയ്താൽ നോമ്പ് മുറിയുമോ? ഈ 4 കാര്യങ്ങളും മനഃപൂർവ്വം സംഭവിച്ചാൽ മാത്രമേ നോമ്പ് മുറിയൂ. മറന്നു സംഭവിച്ചാൽ നോമ്പ് ബാത്തിലാവില്ല. ഒരാൾ കഫം വീങ്ങിയാൽ നോമ്പ് മുറിയുമോ? കഫം വീങ്ങുമ്പോൾ തൻ്റെ വായയുടെ ബാഹ്യഭാഗത്ത് എത്തിയ ശേഷം തുപ്പിക്കളയാൻ സൗകര്യമാവലോടുകൂടി ആ കഫം വീങ്ങിയാൽ നോമ്പ് ബാത്തിലാകും. വായയുടെ ബാഹ്യഭാഗം ഹൽക്കിൻ്റെ തൊണ്ടയുടെ മദ്യം, ആ മദ്യത്തേക്ക് എത്തിയ കഫം തുപ്പിക്കളയാൻ സൗകര്യമുണ്ട്, എന്നിട്ട് അത് വീങ്ങിയാൽ, ആ കഫം വീങ്ങിയാൽ നോമ്പ് ബാത്തിലാകും. അതേസമയം തുപ്പിക്കളയാൻ ഒരു സൗകര്യമില്ല, തൊണ്ടയുടെ മധ്യത്തേക്ക് എത്തിയിട്ടുമില്ല, അങ്ങനത്തെ കഫം വീങ്ങിയാൽ നോമ്പ് ബാത്തിലാവുകയും ഇല്ല. കഫം വലിച്ചെടുത്ത് തുപ്പിയാൽ നോമ്പ് മുറിയുമോ? അതുകൊണ്ട് നോമ്പ് മുറിയില്ല. വലിച്ചെടുക്കാൻ സൗകര്യപ്പെട്ടാൽ വലിച്ചെടുത്ത് തുപ്പിക്കളയണം എന്നാണ് നിയമം. അത് ഉണ്ടാക്കി ഛർദ്ദിക്കുന്ന ആ രൂപത്തിൽ പെടില്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കെ കഫം വായിൽ വന്നാൽ എന്ത് ചെയ്യും? കഫം തുപ്പിക്കളയണം. ആ വായയുടെ ബാഹ്യഭാഗത്തേക്ക് എത്തിയ കഫമാണെങ്കിൽ അത് വീങ്ങിയാൽ ആ നിസ്കാരം ബാത്തിലാകും, അവൻ്റെ അന്നത്തെ നോമ്പും ബാത്തിലാകും. വേഗം തുപ്പിക്കളയണം. തൻ്റെ അടുത്തുള്ള കൈവശമുള്ള ടവലിലേക്കോ വസ്തുവിലേക്കോ തുപ്പാം. കഫം നജസല്ല. പുക വലിച്ചാൽ നോമ്പ് മുറിയോ? പുകവലി, വെറ്റ് തിന്നൽ എന്നിവയൊക്കെ നോമ്പ് മുറിയുന്ന കാര്യമാണ്. അത് ആദ്യം വിശദീകരിച്ച ആ 4 കാര്യങ്ങൾ ഒന്നാണ് തുറക്കപ്പെട്ട ദ്വാരത്തിലെ വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക. പുകവലി കൊണ്ടും പുക പ്രവേശിക്കുന്നു, വെറ്റ് തിന്നുമ്പോഴും അതിന് നീര് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അത് രണ്ടുകൊണ്ടും നോമ്പ് മുറിയുന്നതാണ്. ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയോ? ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയുന്ന രീതിയിലുള്ള ഉമിനീരുമുണ്ട്, മുറിയാത്ത രീതിയിലുള്ള ഉമിനീരുമുണ്ട്. ചില ഉമിനീര് മുഴുങ്ങിയാൽ നോമ്പ് മുറിയും, ചിലത് മുറിയില്ല. നോമ്പ് മുറിയുന്ന ഉമിനീരിനെ പറ്റി ഒരു വിശദീകരണം ഉസ്താദിരോ? നോമ്പ് മുറിയുന്ന ഉമിനീര് എന്ന് പറയുമ്പോൾ മറ്റൊരാളെ തുപ്പുനീര് വീങ്ങൽ, ഉമിനീര് വീങ്ങൽ. ഇപ്പോൾ കുട്ടിയെ നമ്മൾ ചുംബിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉമിനീര് നമ്മുടെ ചുണ്ടുമായി അത് വീങ്ങിയാൽ നോമ്പ് മുറിയും. ഇത് കുട്ടികളെ ചുംബിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുട്ടിയോടുള്ള ആ സ്നേഹം കൊണ്ട് അങ്ങോട്ട് ചുംബിച്ചതാണ്. ആ ചുംബനത്തിൽ കുട്ടിയുടെ തുപ്പുനീര് നമ്മുടെ ചുണ്ടുമായി അത് വീങ്ങിപ്പോയി. അത് നോമ്പ് മുറിയുന്ന തുപ്പുനീരാകുന്നു. അതുകൊണ്ട് തന്നെ നാവിൽ നിർത്തിക്കൊണ്ടല്ലാതെ വായക്ക് പുറത്തു വന്ന തുപ്പുനീര് നാവ് കൊണ്ടോ മറ്റോ ഉള്ളിലേക്ക് വലിച്ചാൽ വളരെ ശ്രദ്ധിക്കണം. നാവിൽ ഉള്ള തുപ്പുനീര് നാവ് നിർത്തിയിട്ടല്ല ചുണ്ടുമുക്ക് വന്നു, അത് നാവ് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അതും നോമ്പ് ബാത്തിലാകുന്ന തുപ്പുനീര്. കാരണം പുറത്തേക്ക് വന്ന തുപ്പുനീര് അകത്തേക്ക് പ്രവേശിച്ചു.
ഇത് പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രസംഗിച്ചു കൊണ്ടിരിക്കെ വായിൽ വെള്ളം വറ്റി, അങ്ങനെ നാവ് കൊണ്ട് ചുണ്ടുമ്മക്ക് ചുണ്ട് നനക്കുകയാണ്. അപ്പോൾ ചുണ്ടിൻ്റെ പുറഭാഗത്തേക്ക് തുപ്പുനീരായി. പിന്നെ ആ തുപ്പുനീര് തന്നെ ഉള്ളിലേക്കാണ് വലിക്കുമ്പോൾ പുറത്തേക്ക് വന്ന തുപ്പുനീര് അകത്തേക്കായി അത് നോമ്പ് ബാത്തിലായി പോകും. നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങൾ പെട്ടതാണ്. ആ തുപ്പുനീരും നോമ്പ് ബാത്തിലാവുന്ന തുപ്പുനീരാകുന്നു. സാധാരണ നാം തുപ്പുമ്പോൾ പുറത്തേക്ക് തുപ്പുനീര് വരും, അത് തുടച്ച് മാറ്റണം. അതല്ലാതെ നമ്മൾ വീണ്ടും നാവോട് തന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ നോമ്പ് ബാത്തിലായി പോകും. മറ്റു വല്ലതും കലർന്ന തുപ്പുനീര് വീങ്ങൽ, ഇപ്പോൾ നമ്മുടെ തുപ്പുനീരിൽ രക്തം ഉണ്ടായി, അതിൽ മറ്റെന്തെങ്കിലും പകർച്ച ഉണ്ടായി, അങ്ങനെ തുപ്പുനീരും മറ്റു വസ്തുവും കൂടിയിട്ടുള്ള തുപ്പുനീര് വീങ്ങിയാലും അത് നോമ്പ് മുറിയുന്ന തുപ്പുനീരാകുന്നു. ഇപ്പം നൂല് നമ്മൾ നനയ്ക്കുക, അപ്പോൾ നൂലുമുള്ള ആ കളറ് തുപ്പുനീരിലേക്ക് വന്നു, അങ്ങനെ കളറും ഉള്ള ഒരു പകർച്ചയായ തുപ്പുനീര് വീങ്ങിയാലും നോമ്പ് ബാത്തിലാകും. ഇതൊക്കെയാണ് സാധാരണ നോമ്പ് ബാത്തിലാകുന്ന തുപ്പുനീര്. നോമ്പ് മുറിയാത്ത തുപ്പുനീര് ഏതാ? സ്വന്തം വായിലുള്ള തുപ്പുനീര്, അത് വായിലായിക്കൊണ്ടിരിക്കെ വീങ്ങൽ, അതുകൊണ്ട് നോമ്പ് മുറിയൂല. സ്വന്തം വായിലുള്ള തുപ്പുനീരാണ്, പുറത്തേക്ക് വന്നിട്ടില്ല, അങ്ങനെ അത് എത്ര വേണമെങ്കിലും വീങ്ങാം. നോമ്പ് പിടിച്ചെന്നുകൊണ്ട് ഇങ്ങനെ തുപ്പുനീര് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ തുപ്പുനീര് വീങ്ങിയാൽ നോമ്പ് ബാത്തിലാകൂല. അതുപോലെ തന്നെ ആ തുപ്പുനീര് നാവുമുള്ള തുപ്പുനീര് പുറത്തേക്ക് നാവുമ്പോൾ തന്നെയാണ്, ചുണ്ടുമക്കല്ല. അങ്ങനെ നാവ് നീട്ടിയപ്പോൾ തുപ്പുനീരുണ്ടാവുമല്ലോ, അത് ആ നാവ് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് വീങ്ങിയാൽ നോമ്പ് ബാത്തിലാവൂല. കാരണം അത് പുറത്തേക്ക് വന്നെന്ന നിയമത്തിൽ പെടൂല, ചുണ്ടുമക്ക് ആയിട്ടില്ല, ഉള്ള നാവുമ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ സ്വന്തം തുപ്പുനീര്, ശുദ്ധമായ തുപ്പുനീര് വീങ്ങിയാൽ നോമ്പ് മുറിയില്ല. നേരത്തെ പറഞ്ഞ രൂപത്തിലൊക്കെ നോമ്പ് മുറിയുന്ന തുപ്പുനീരും ആകുന്നു. മോണയിൽ നിന്ന് രക്തം പൊടിയുന്ന അസുഖമുള്ള ആൾക്ക് ആ രക്തം കലർന്ന ഉമിനീര് വിഴുങ്ങാൻ പറ്റുമോ? മോണയിൽ നിന്ന് രക്തം ഒലിച്ച് എപ്പോഴും തുപ്പുനീരിൽ ഇങ്ങനെ ഒരു രക്തത്തിൻ്റെ കളറുണ്ടാവും. ഇങ്ങനത്തെ രോഗമുള്ള വ്യക്തിക്ക് ഇസ്ലാം പഴുതു കൊടുക്കുന്നു. ആ വ്യക്തിക്ക് ആ തുപ്പുനീര് കലർന്ന, ആ രക്തം കലർന്ന തുപ്പുനീര് വീങ്ങാവുന്നതാണ്. അതുകൊണ്ട് അവൻ്റെ നോമ്പ് ബാത്തിലാവില്ല. വൊളു എടുക്കുമ്പോൾ വെള്ളം മാത്രമായി പോയി, എന്നാ നോമ്പ് മുറിയോ? വായു വെള്ളം കൊപ്പിളിക്കുക, മൂക്കി വെള്ളം കയറ്റി ചീറ്റുക എന്നിവ അമിതമായത് കാരണം, അമിതമാക്കൽ കറഹത്ത നേരത്തെ പറഞ്ഞു, ഇങ്ങനെ അമിതമായത് കാരണം വെള്ളം അകത്തായാൽ നോമ്പ് മുറിയും. കാരണം ആ വ്യക്തിക്ക്, നോമ്പുകാരനായ വ്യക്തിക്ക് വായു വെള്ളം കൊപ്പിളിക്കുമ്പോൾ അമിതമാക്കാൻ പാടില്ല, മൂക്കി വെള്ളം കയറ്റുമ്പോഴും അമിതമാക്കാൻ പാടില്ല. ഇങ്ങനെ അമിതമാക്കുമ്പോൾ കാരണം ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകുന്നതാണ്. അങ്ങനെ അമിതമാക്കാതെയാണെങ്കിൽ അവിചാരികമായ വെള്ളം ഉള്ളിലേക്ക് കടന്നാലും നോമ്പ് ബാത്തിലാവില്ല. വലിയ അശുദ്ധിയുള്ള ആൾക്കാർ കുളിക്കുമ്പോൾ അയാളുടെ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറിയാൽ നോമ്പ് മുറിയോ? തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വെള്ളം പ്രവേശിച്ചത് മുങ്ങി കുളിച്ചപ്പോൾ അല്ലാത്തത് കൊണ്ട്, വെള്ളം കോരി കുളിച്ചപ്പോഴാണ് അവിചാരിക വെള്ളം കടന്നത്, അതുകൊണ്ട് നോമ്പ് മുറിയൂല. കാരണം ആ വ്യക്തി അവദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുങ്ങി കുളിക്കുമ്പോൾ അത് സംഭവിച്ചതെങ്കിൽ നോമ്പ് ബാത്തിലാവും. ഇതങ്ങനെയല്ല സംഭവിച്ചത്. വലിയ ശുദ്ധിക്കാരനാണ്, കുളി നിർബന്ധമാണ്. അദ്ദേഹം വെള്ളം തൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു കുളിച്ചപ്പോൾ അറിയാതെ കാതിലേക്കോ മൂക്കിലേക്കോ വെള്ളം പ്രവേശിച്ചു, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല.